വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحبه واتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. പരിശുദ്ധമായ മാസത്തെക്കുറിച്ച് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ മാസമാണ് റമദാൻ, പക്ഷെ ഷഅബാൻ എൻ്റെ മാസമാണെന്നാണ്. എൻ്റെ മാസം എന്നതുകൊണ്ട് ഉദ്ദേശിതമാകുന്നത് റമദാനിന് മുമ്പുള്ള എല്ലാത്തരം മുന്നൊരുക്കങ്ങളും നടത്തി സാംസ്കാരികമായി വിശുദ്ധമാകാൻ ആവശ്യമാകുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തോട് പറഞ്ഞു തരുന്നത്. എല്ലാ മാസങ്ങളെക്കാളും റമദാൻ ഒഴിച്ചാൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ നോമ്പ് നോറ്റത് ഷഅബാനാണ്. അത് നന്മയുടെ നിറവാക്കി തരുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഷഅബാൻ സാധാരണ ഇങ്ങനെയും കൂടി പറയാറുണ്ട്, 2 മാസങ്ങൾക്കിടയിൽ, ഒന്ന് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിൽ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന മാസമാണ് ഷഅബാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്ന ഒന്നാണ് ഷഅബാൻ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അശ്രദ്ധയിലേക്ക് പോകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ. റജബിൽ കഴിഞ്ഞ് പിന്നെ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മാസം എന്ന നിലക്കുള്ള കൂടുതൽ ശ്രദ്ധയിലേക്ക് പോകേണ്ട ഒരു മാസം. അതുകൊണ്ട് അതിൻ്റെ എല്ലാ നന്മകളെയും തേടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ഷഅബാന്റെ ഏറ്റവും വലിയ സന്ദേശമായി നമ്മൾ കാണേണ്ടത്. ഈ മാസത്തിൻ്റെ പകുതി ആകുന്ന ദിവസം, ആ രാത്രി ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലും രാത്രിയിലും പെട്ടതാണ്. ഷഅബാനിൻ്റെ ആ രാത്രിക്ക് ബറാഅത്ത് രാവ് എന്നാണ് പറയുക. നരകമോചിതമായി നിൽക്കുന്ന വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം മുഅ്മിനീങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള പല വിധികളും അല്ലാഹു നിശ്ചയിക്കുന്ന ഒരു ദിവസവും രാത്രിയും എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ രാത്രിയിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ജന്നത്തുൽ ബഖീഇൽ, അവിടുത്തെ ബന്ധുജനങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ മദീനയിലെ മഖ്ബറയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്തു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളുമുള്ള ഒരു മാസം.
അതുകൊണ്ട് ആ മാസത്തിൻ്റെ വരവിനെ സന്തോഷത്തോടുകൂടെ ഏൽക്കാനും പരമാവധി നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്ന ശുദ്ധ മനസ്കരാകാനും ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ തയ്യാറെടുപ്പുകൾ പ്രധാനമാണ്. ശുദ്ധ മനസ്കരാവുക എന്നതാണ് സത്യവിശ്വാസിയുടെ ലക്ഷണം. എല്ലാത്തിനേക്കാളും പ്രധാനം അതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലിനെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയേക്കാളും പ്രധാനമായി നിൽക്കുന്നത് ശുദ്ധ മനസ്കതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു വച്ചിട്ടുള്ള ഒരു കാര്യം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ, നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ, പലയിടങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഒരു പ്രധാന കാര്യം സംസ്കാരം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സംസ്കാരം ഉണ്ടാക്കി അതിൻ്റെ ആ രീതിയിൽ അതിനെ മനസ്സിനെ സംസ്കരിക്കുകയും ചെയ്തയാളാണ്, അയാളാണ് വിജയിച്ചയാൾ. അയാൾക്കാണ് പൂർണ്ണമായ വിജയം ഉണ്ടാകുന്നത്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയിലെയും സാധാരണഗതിയിലുള്ള ആയത്തുകളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ആ വെള്ളിയാഴ്ചയിലെ ഇമാമിന്റെ ആ ഒരൊറ്റ ഒന്നാമത്തെ റക്അത്തിലെ തന്നെ ഓത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരുന്നത് പ്രകാരം ഈ ഒരൊറ്റ സന്ദർഭത്തെയും ഈ സന്ദേശത്തെയും അല്ലാഹു സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സംസ്കാരം സിദ്ധിച്ചവൻ രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക, സ്വയം സംസ്കാരമുണ്ടാക്കുക. ആ സംസ്കാരമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. ആ മുഹമ്മദീയ സ്വഭാവത്തെ നമ്മൾ ജീവിതത്തിലൂടെ സ്വാംശീകരിക്കലാണ്. അങ്ങനെ ചെയ്ത ഒരാളെ കുറിച്ചാണ് പടച്ച റബ്ബ് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി, രക്ഷിതാവിന്റെ നാമത്തെ സ്മരിക്കുകയും ഫസ്വല്ല, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ നമസ്കാരത്തിന്റെ ഒരു തുടക്കത്തിന്റെ മുമ്പുണ്ടായിത്തീരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ മനസ്സിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന ധർമ്മം ചെയ്തയാളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ നബിയെക്കുറിച്ചുള്ള വിശേഷണത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് തസ്കിയത്ത് നടത്തിയാളെന്നാണ്. തസ്കിയത്ത് നടത്തിയ മുസക്കിയായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്നാണ്. യുസക്കീഹിം, അവരെ സംസ്കരിച്ചു, അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് സകല ദോഷങ്ങളെയും മാറ്റിയെടുക്കുന്ന വിധം മനുഷ്യത്വത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, എല്ലാത്തിന്റെയും നന്മകളുടെ പ്രഭവകേന്ദ്രമായി മനസ്സിനെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ ഞാൻ ഓതിവെച്ച ആയത്തിന്റെ പ്രധാന കാര്യവും അതാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ രണ്ട് പ്രധാന കാര്യം ഉണ്ടാവണം. ഒന്ന്, നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് കൂടുതൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും സ്വയം ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്നതാണ്. മഗ്ഫിറത്തുണ്ടാകണം. മഗ്ഫിറത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ നടക്കണം. കണ്ണുനീരൊഴുകണം. അർദ്ധരാത്രികളിലും കണ്ണുനീരൊഴുകിയിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ ഇങ്ങനെ തന്നെ കാണുന്നത്, വ ഇസ്സത്തി വ ജലാലി, എന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ തന്നെ സത്യം, ഇന്നീലഹുമ്മു അലാ അഹ്ലിൽ അർളി അദാബൻ, ഭൂമിയിൽ അദാബ് അവതരിപ്പിക്കാൻ ഞാൻ ആലോചിച്ചു. അള്ളാഹു പറയുന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ഹദീസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ വർഗീകരണത്തിൽ അത് ഖുദ്സിയായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അള്ളാഹു തന്നെ സംസാരിക്കുന്ന രീതിയിലുള്ള ഹദീസാണ്. ഖുർആൻ അല്ലാത്തതായി വഹയ്യായി നിൽക്കുന്നതാണത് എന്നർത്ഥം. അതിലാണ് അള്ളാഹു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ അദാബ് ഇറക്കാൻ വേണ്ടി ആലോചിച്ചപ്പോ അവിടെ ഞാൻ കണ്ട 2-3 പേരുണ്ട്. ഒന്ന്, ഞാൻ എന്റെ മസ്ജിദുകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളെ കണ്ടു. ഉമ്മാറുൽ മസാജിദ് എന്നാണ് പറയുന്നത്. ഫലമ്മാ നദർതു ഇലാ ഉമ്മാരി മസാജിദി, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുക. പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ സാക്ഷ്യം വഹിക്കണം എന്നാണ്. ഇഷ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ. കാരണം അയാൾ നിരന്തരം മസ്ജിദുമായി ബന്ധപ്പെടുന്നയാളാണ്. അള്ളാഹു നമ്മുടെ മസ്ജിദുകളെ സംരക്ഷിക്കട്ടെ.
ഓരോന്നിനെയും കുറിച്ച് നിരന്തരമായി കേൾക്കുന്ന വാർത്തകൾ. എവിടെയെങ്കിലും ഒരു വുളു എടുക്കുന്ന വുളു ഖാന എന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യയിലെ അതെങ്ങാനും ഒരു ഫൗണ്ടൻ ടൈപ്പിലായി പോയാൽ പോലും അത് ശിവലിംഗമാണെന്ന് പറയപ്പെടുന്ന കാലമാണ്. എവിടെയെങ്കിലും ഒരു അജ്ഞാതമായ കല്ല് കടന്നാൽ അത് പ്രതിഷ്ഠയാണ് എന്ന് പറയപ്പെടുന്ന കാലം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടി ഞാൻ സാന്ദർഭികമായി ഓർത്തുപോയതാണ്. എന്തൊരു വല്ലാത്ത കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് എന്ന ചിന്ത നമ്മളെ കൃത്യമായി സത്യവിശ്വാസത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വഴിയിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മൾക്ക് ഐക്യമുണ്ടാവേണ്ടത്? ഉമ്മത്തിന്റെ ശൈഥില്യം എല്ലാ കാലത്തും നാശത്തിന് കാരണമായിട്ടേ ഉള്ളൂ. ആ ശൈഥില്യം ഉള്ളിൽ നിന്ന് വരുന്നു എന്നതാണ് നമ്മൾ ഇന്ന് പേടിക്കേണ്ടത്. ഉള്ളിൽ നിന്ന് വരാന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വരുന്നു. നമ്മൾ എഴുതുന്നത്, നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ സഹോദരന്റെ പോലും മോശമായ പ്രവർത്തനങ്ങളെയും കുറ്റങ്ങളെയും കാണുക എന്ന് പറയുന്ന ഒരുതരം വൃത്തികെട്ട ഏർപ്പാടായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്യന്റെ തെറ്റുകളുടെ പിന്നാലെ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ ഏറ്റവും ശക്തമായ അർത്ഥത്തിലുള്ള ഒരു ഭാഷ ഉപയോഗിച്ചത്. സാധാരണ ഖുർആന്റെ ഭാഷക്കൊരു മനോഹാരിതയുണ്ട്. ഇതിന് മനോഹാരിത ഇല്ല എന്നർത്ഥത്തില്ല, പക്ഷെ അത് ശക്തമാണ്. അവിടെയാണ് ഉത്തുല്ലിൻ ബഅദ ദാലിക സനീം എന്ന് ഖുർആൻ പറഞ്ഞത്. ഉത്തുല്ലിൻ ബഅദ ദാലിക സനീം, വൃത്തികെട്ടവൻ, എന്തു തിന്മയുടെയും പിന്നാലെ പോവുകയും തിന്മകൾ എങ്ങനെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. സനീം എന്ന പ്രയോഗത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ച ആ പ്രയോഗത്തെ മഹാന്മാരായ മുഫസ്സിറുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. ഹദീത്തുകളിലും അത്തരം വ്യാഖ്യാനങ്ങളുണ്ട്. മനസ്സ് വൃത്തികെട്ടുപോയവനാണ്, പിതൃശൂന്യനാണ് എന്ന് പറയാവുന്നയാൾ, പിതൃശൂന്യൻ. വലീദ് എന്ന് പറയുന്നയാൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശം പ്രയോഗം നടത്തിയപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ആ പ്രയോഗം നടത്തിയത്. ഉത്തുല്ലിൻ ബഅദ ദാലിക സനീം. അവൻ എല്ലാത്തിനും ശേഷം പറയാവുന്ന ഒരു സ്വഭാവം, അവൻ പിതൃശൂന്യനാണ്, സംസ്കാരം കെട്ടവനാണ്. ഒരു സംസ്കാരമുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, സാധാരണ നമ്മൾ പറയാറില്ല എനിക്ക് വാപ്പയുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പിതാവിന്റെ സംസ്കാരത്തിന്റെ, ഒരു കുടുംബത്തിന്റെ മഹിമയുടെ വഴിയെ നടക്കാൻ കഴിയുന്നു എന്നതാണത്. അതില്ലാതെ പോകുന്ന തരത്തിലേക്ക് നമ്മൾ അധപതിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. സംസ്കാരമാണ് ഏറ്റവും പ്രധാനം, മനസ്സിന്റെ സംസ്കാരം. ആ മനസ്സിന്റെ സംസ്കാരം ഇല്ലാതെ പോകുന്ന എന്തു തരത്തിലുള്ള ഇബാദത്തും എന്തു തരത്തിലുള്ള വാഗ്വാദങ്ങളും ഒക്കെയും വെള്ളത്തിൽ കലക്കിപ്പോകുന്ന ഒന്ന് മാത്രമാണെന്ന ബോധ്യം ഉമ്മത്തിനുണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ദഅവത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? അവിടെ അല്ലാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ഹിക്മത്ത് കൊണ്ട് ആളുകളെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. ഹിക്മത്ത് എന്ന് പറയുന്നതിന് വിസ്ഡം എന്ന് പറയണം. ഉയർന്ന ബൗദ്ധികതയാണ്, ഉയർന്ന ഇന്റലക്ച്വാലിറ്റിയാണ്. ആ ഉയർന്ന ബൗദ്ധികതയുടെ അർത്ഥത്തിലേക്ക് വിളിക്കാൻ കഴിയും ഈ പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് എന്നതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പറയുന്നത്. 1400 കൊല്ലം മുമ്പ് പ്രാകൃതമായൊരു ജനവിഭാഗത്തിന്റെ മുമ്പിൽ വന്ന പരിശുദ്ധ ഖുർആന് പിന്നെയും നൂറ്റാണ്ടുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഏതു കാലത്തിന്റെയും മുമ്പിൽ വെക്കാനാകും എന്ന ധൈര്യവും കൂടിയാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഉയർന്ന ബൗദ്ധികത കൊണ്ട് ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. വൽ മൗഇലത്തിൽ ഹസന, പിന്നെ പറഞ്ഞത് നല്ല വഅദ് പറഞ്ഞു കൊടുക്കുക, മനസ്സിനെ സ്പർശിക്കുന്ന, ഹൃദയത്തെ തൊടുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുക. മൂന്നാമത് പറഞ്ഞതിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതായത് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ശത്രുക്കളോട് പറയേണ്ട ഒന്നാണിത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട ഒന്നാണ്. ശത്രു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് തന്റെ വാദത്തിന്റെ മറുവാദം ഉന്നയിക്കുന്ന ഒരാളോട്, തന്റെ മതത്തിന്റെ പുറത്തു നിൽക്കുന്ന മറ്റൊരാളോട്, തന്റെ ഈ പ്രസ്ഥാനത്തിന്റെ, തന്റെ ആശയത്തിന്റെ, തന്റെ ആദർശത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട്, അയാളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വളരെ മോശമായ പ്രയോഗം നടത്തണമെന്നല്ല. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ടായിരിക്കണം നിങ്ങൾ സംവദിക്കേണ്ടത് എന്നാണ്. ഏറ്റവും നല്ലതുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ വാക്കിന്റെ,
നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ, നിങ്ങളുടെ വിവേകത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നിൽക്കണം എന്നാണ്. ഫിറഔനോട് പോലും പറയാൻ വേണ്ടി അയക്കപ്പെടുമ്പോൾ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും മഹാനായ സയ്യിദുനാ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രയോഗിക്കുന്ന പ്രയോഗം അത് തന്നെയാണ്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ എന്നാണ്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ മിതം, സൗമ്യം, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാകണം ഫറോവയോട് സംസാരിക്കേണ്ടതെന്ന്. എന്തിനാ ഫിറൗനോട് അങ്ങനെ സംസാരിക്കേണ്ടത്? ഫിറൗൻ അങ്ങനെ ഒരിക്കലും ആകുന്നില്ലല്ലോ. നന്നാവാൻ ഉദ്ദേശിക്കപ്പെട്ട ഒരാളായി നാം ആ ചരിത്രത്തെ പൂർണ്ണാർത്ഥത്തിൽ വായിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, സൗമ്യമായിരിക്കണം, നല്ല വാക്കാകണം. ഇന്ന് നമ്മുടെ തർക്കങ്ങൾ എങ്ങനെയാണ്? മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെ മാർഗമുണ്ടെന്ന് ആലോചിക്കുന്നത്. ഇന്ന് നമ്മുടെ ആദർശ പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ്? മറ്റൊരാൾക്കു നേരെ നടത്തേണ്ടതൊക്കെയും നുണപ്രചാരമായാലും അങ്ങനെയും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളെങ്കിൽ പിന്നെ ഏത് സത്യപ്രസ്ഥാനത്തിന് വേണ്ടിയാകണം നമ്മൾ പണിയെടുക്കേണ്ടത്? നമ്മുടെ വാദങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പെരുമാറ്റത്തിനും ഒരു മുഹമ്മദിയത്തുണ്ടാകണ്ടേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആന്റെ ഈ പ്രയോഗം നോക്കൂ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ വ ജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും വേഗം പോകണം. മഗ്ഫിറത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതാണ് ഇവിടെയും ഈ ഹദീസിലും പറഞ്ഞത്. പള്ളിയുടെ പരിപാലകരെ കണ്ട പോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളെ കണ്ടു. അതാരാണ്? വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാരി, അർദ്ധരാത്രിയിൽ ആരും കാണാത്ത നേരത്തിരുന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുന്ന, പാപമോചനം തേടുന്നവർ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ, മുസ്തഗ്ഫിരീൻ എന്നാണ്. ആ മുസ്തഗ്ഫിരീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അവരെ കണ്ടപ്പോ ഞാൻ എല്ലാ അദാബും മാറ്റിക്കളഞ്ഞു എന്നാണ്. എല്ലാ അദാബും മാറ്റിക്കളഞ്ഞു. വൽ മുത്തഹബ്ബീന ഫിയ്യ, എന്റെ പരിശുദ്ധമായ ആദർശത്തിന്റെ ഉള്ളിൽ സംസ്കാര സമ്പന്നമായ ഒരു വർത്തമാനമായി ഒരുമിച്ച് കൂടുന്ന സൗഹൃദം, അങ്ങനെ കൂടുന്ന സുഹൃത്തുക്കളെയും ഞാൻ കണ്ടപ്പോൾ ഞാൻ ഈ അദാബിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മാറി, സർഫ്തു ദാലിക്കാൻഹും, ഞാൻ അദാബ് മാറ്റിക്കളഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഗ്ഫിറത്ത്. പടച്ചവനെ നീ മഗ്ഫിറത്ത് തരണേന്ന് ഇങ്ങനെ ദ്വാരക്ക. തെറ്റു ചെയ്താൽ മാത്രമേ മഗ്ഫിറത്ത് പാടുള്ളൂ എന്ന് പോലുമല്ല. നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ, പൊരുത്തപ്പെട്ടു തരണേന്ന് പടച്ചവനോട് പറയുമ്പോൾ അതിനു മുമ്പ് എന്തോ തെറ്റ് ചെയ്തോ എന്നൊരു ചോദ്യം വരാം. അതുപോലും മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ പോലും ആവണമെന്നില്ല. അങ്ങനെ ആകണമെന്ന് വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ 70ഓളം വട്ടം ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണാനാവും. നബി തെറ്റു ചെയ്തിട്ടല്ല, തെറ്റു ചെയ്തു എന്നത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്നതിന്റെ തെളിവായി കാണാനേ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഓരോ തെറ്റിനും മാത്രമല്ല, അല്ലാതെയും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. ലോകത്തെ ഏറ്റവും വിശുദ്ധരായ മനുഷ്യർ നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തവരാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ്, അവർ ഇസ്തിഗ്ഫാർ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊള്ളാണ്. നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, പടച്ചവനെ ഞാൻ നിന്റെ ഈ സ്വർഗത്തിന് അർഹനല്ല. അത് പറയുന്നയാൾ ആരാണെന്ന് ആലോചിക്കണം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, പടച്ചവനെ നിന്റെ ഫിർദൗസിന് ഞാൻ അർഹനല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാൽ അതോടൊപ്പം തന്നെ നരകാഗ്നിയിൽ കിടക്കാനുള്ള ശക്തിയും എന്റെ ശരീരത്തിനില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ഫഹബിലി തൗബത്തൻ ഫഗ്ഫിറു ദുനൂബി, നീ എനിക്ക് പ്രത്യേകം ഓശാരമായി, നിന്റെ ഔദാര്യമായി നീ എനിക്ക് തൗബ നൽകണമെന്നാണ്. എന്റെ പാപം പൊറുക്കണം. പാപഭംഗിലമായൊരു മനസ്സിന്റെ ഉടമയല്ലായിരുന്നല്ലോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രമേൽ വിശുദ്ധം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഖലീലാക്കിയെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലാക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഈ സമുദായത്തിന്റെ പുണ്യനബിക്ക് ശേഷമുള്ള ഒന്നാമനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഖിലാഫത്ത് ഉമറിന്റെ കാലത്ത് റളിയല്ലാഹു തആല അൻഹു ആരോ വല്ലാതെ പുകഴ്ത്തിയപ്പോൾ, ഇന്ന് പുകഴ്ത്തലുകൾ കേൾക്കാനാണ് ഇഷ്ടം, അതിനു മുമ്പുള്ള അയാൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു പോലും അയാളേക്കാൾ ഉഷാറായിരുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം.
അങ്ങനെ അബൂബക്കറിനേക്കാളും മീതെ പറയുന്ന തരത്തിൽ ഒരാൾ പുകഴ്ത്തിയപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഉമറിന് അങ്ങനെ ഒരു സ്ഥാനം നിങ്ങളാരും കൽപ്പിച്ചു നൽകണ്ട. ഹിജ്റയുടെ രാത്രിയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത ഒറ്റ പ്രയത്നത്തിന്റെ മുന്നിൽ ഉമറിനൊന്നും ചെയ്തിട്ട് ആളാകാൻ സാധ്യമല്ല എന്ന് പറയായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒറ്റ പ്രയത്നത്തിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതിനേക്കാളും അങ്ങയുടെ ഖിലാഫത്ത് ഉഷാറാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന പ്രയോഗമാണ് നടത്തുന്നത്. അപ്പോ ആ വലിയ മനുഷ്യൻ പറഞ്ഞു, അല്ല, സിദ്ദീഖിന് തുല്യമാകാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഹിജ്റയുടെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്ത അബൂബക്കറിന് തുല്യമാകാൻ ഉമറിന് സാധ്യമല്ല റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയായിരുന്നു സയ്യിദുനാ ഉമർ റളിയല്ലാഹു. അത്തരത്തിലുള്ള ഒരാളാണ് എപ്പോഴും നിരന്തരം ഈ പ്രാർത്ഥനയുമായി നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ആ മഗ്ഫിറത്ത് നമുക്ക് പ്രധാനമാണ്. ഒരുപാട് പറയാനുള്ള വിഷയമാണ്. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അത് രണ്ടും എന്തിനാണ്? അത് രണ്ടിന്റെയും സ്വർഗത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വ്യാപ്തം, ആകാശഭൂമികളെക്കാളും വ്യാപ്തം എന്ന് പറഞ്ഞാൽ അത്രമേൽ വ്യാപ്തമായി നിൽക്കുന്ന മറ്റൊരു ലോകം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു വച്ചു. പ്രപഞ്ചത്തിന് നമ്മൾ കാണുന്ന ഒരു തലം മാത്രമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പോലും മൗഢ്യം എന്നേ അതിന് പറയാനാവും. കാരണം ശാസ്ത്രലോകം പോലും പറയുന്നു ഈ യൂണിവേഴ്സ് അല്ലാത്ത മറ്റൊരു യൂണിവേഴ്സിനെ കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് മൾട്ടിവേഴ്സ്, പല പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം എന്നതിനെ കുറിച്ചുള്ള വലിയ അർത്ഥത്തിലുള്ള പഠനങ്ങൾ നടന്ന ലോകത്ത് നിന്നുകൊണ്ട് പറയണം, ഈ കാണുന്ന ആകാശഭൂമികളെക്കാളും, അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യദൃഷ്ടിയിലോ ശാസ്ത്രത്തിന്റെ സകലമാന സാങ്കേതിക വിദ്യകളുടെ ദൃഷ്ടിയിലോ കാണുന്ന അർത്ഥത്തിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തിനും അപ്പുറത്തു നിൽക്കുന്ന മറ്റൊന്നും, അങ്ങനെ ഒരു ലോകം ഉണ്ടാകുന്നു എന്നും ആ ലോകത്ത്, ആ സ്വർഗലോകത്തേക്ക് എത്താൻ വേഗമാകണം എന്നുമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആർക്കാ അത്? ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടത്. ആരാണ് ആ മുത്തഖി? അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ മുത്തഖിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരം 5 വഖത്ത് നമസ്കരിക്കുന്നയാൾ, നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുന്നയാൾ, ഹജ്ജ് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നയാൾ എന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. മതത്തിന്റെ കേവലമായ ബാഹ്യാചാരങ്ങളെക്കാളും മനുഷ്യന്റെ ഹൃദയഭൂമികയിൽ അള്ളാഹുവിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന വിധം സത്യവിശ്വാസി മുഹമ്മദിയ സംസ്കാരത്തിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പോകണമെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് ഈ ആയത്ത്. നമുക്കൊക്കെ നിസ്കാരം മതിയെന്നാണ്. ഞാൻ നിസ്കാരത്തിനെ മോശാക്കി പറയാനാണെന്ന് വിചാരിക്കരുത്. ആ നമസ്കാരം പോലും ഹൃദയാന്തരങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടാണ് ഇങ്ങനെ നിരന്തരം നുണ പറഞ്ഞും ആളുകളെ ആക്ഷേപിച്ചും ജീവിക്കുന്നതൊക്കെയും സൽക്കർമ്മമായി കാണുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് എനിക്കത് പറയേണ്ടി വരും. നുണപ്രചാരങ്ങൾ നമ്മളൊക്കെ വിചാരിക്കാറുണ്ടല്ലോ അത് സംഘികൾ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇന്ന് എല്ലാവരും ചെയ്യാണ്. വെറുപ്പുൽപാദിപ്പിക്കുന്നോടത്ത് അവരുടെ മാതൃകകൾ പിൻപറ്റുന്ന വിധത്തിലേക്ക് സമുദായം അധപതിച്ചു പോകാണ്. ആർക്കൊക്കെ എതിരെ വെറുപ്പുകൾ നിരന്തരം ഉൽപ്പാദിപ്പിക്കുക. ഹെയ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, സത്യത്തിൽ പണ്ടൊക്കെ പറയേണ്ടത് നാവിനെ സൂക്ഷിക്കേണ്ടതെന്നാണ്. ഇപ്പോൾ പറയേണ്ടി വരുന്നത് വിരൽത്തുമ്പിനെയും സൂക്ഷിക്കണം എന്നാണ്. വിരൽത്തുമ്പ് കൊണ്ട് ഏത് മനോവിചാരങ്ങളെയും, ഏത് വികൃത മനോവിചാരങ്ങളെയും ഏതെങ്കിലും മൂലക്കിരുന്ന് എഴുതി വച്ചിട്ട് സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ, വലിയ വലിയ ആളുകളെ കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന, എന്നിട്ട് അതിന് ആളുകൾ കൂടുതൽ കാണാൻ കഴിയുന്ന വിധം അതിനേക്കാളും മോശമായ ഏതെങ്കിലും നുണക്കഥയുടെ ഒരു വലിയ തലക്കെട്ട് വരെ കൊടുക്കുന്ന രീതിയിലേക്ക് അധപതിച്ചു പോയിരിക്കുന്നു. അത്ര അധപതിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ ഒരാൾ കടക്കൂല, ലാ യദ്ഖുലുൽ ജന്നത ജവ്വാദുൻ വലാ ജഗ്ദരിയുൻ വലൽ ഉതുല്ലുസ് സനീം. ജവ്വാദ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മൽ ജവ്വാദു യാ റസൂലല്ലാഹ് വമൽ ജഗ്ദരിയു യാ റസൂലല്ലാഹ് വമൽ ഉതുല്ലുസ് സനീം.
അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഒന്ന് അൽ ജവ്വാദുല്ലദീ ജമഅ വ മനഅ, കാശിങ്ങനെ സമ്പാദിക്കാനും അതിങ്ങനെ കൂട്ടിവെക്കാനും ആളുകൾക്ക് ഒരു ചെറിയ നന്മ പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അത്തരം ദുഷ്ട മനസ്സായി മാറി. ഇവിടെ ഖുർആൻ പറഞ്ഞതിന് നേരെ വിപരീതം. ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വന്നറാ, ഏതു കാലത്തും അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, മനുഷ്യരെ സഹായിക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാൻ, അവനു വേണ്ടി ചെലവഴിക്കാൻ, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ എപ്പോഴും മനസ്സിന് അങ്ങനെ ഒരു വലിയ ആസ്വാദ്യത കണ്ടുപോകുന്ന മനുഷ്യർ, അവരെയാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വന്നറാ എന്ന് ഖുർആൻ പറഞ്ഞു. അസ്സറാ വല്ലറാ, സന്താപവും സന്തോഷവും, ആ രണ്ടു കാലത്തും ചെലവഴിക്കുന്നവർ. അവിടെ സന്തോഷം വരുമ്പോൾ ചെലവഴിക്കുന്നവരും ചിലര് ദുഃഖം വരുമ്പോൾ ചെലവഴിക്കുന്നവരുമുണ്ട്. അതായത് കച്ചവടമൊക്കെ പൊട്ടിയ പിന്നെ വലിയ നേർച്ചയാക്കലാണ്, അപ്പം മാത്രം നേർച്ചയാക്കുന്നു. നേരെ തിരിച്ചുണ്ട്, സന്തോഷങ്ങൾ കൂടുമ്പോൾ എന്തും ചെയ്യും. അത് എന്തെങ്കിലും പ്രശ്നം ചെറുതായി വന്നാൽ അതോടെല്ലാം അവസാനിപ്പിക്കും. അത് രണ്ടുമല്ല, മറിച്ച് ഏതു സമയവും നന്മയുടെ മാർഗത്തിൽ തന്റെ കയ്യിലുണ്ടോ ചെലവാക്കും. ഒരൊറ്റ രാത്രി പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലെ ദീനാറുകളും ദിർഹമുകളും ശേഷിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കയ്യിലെങ്ങാനും ബാക്കി വന്ന ദീനാറും ദിർഹമും, അതായത് തന്റെ കയ്യിലെ സമ്പത്ത്, അത് പാവപ്പെട്ടവരായ മനുഷ്യർക്ക്, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാതെ സ്വസ്ഥതയില്ലാതിരുന്ന ഒരാളുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. പിന്നെ പറഞ്ഞ ഒരു പ്രയോഗം അതാണ് അൽ കാളിമീൻ അൽ ഗലീദ്. അതിനെ ഈ ഹദീസും കൂടി ചേർത്ത് വെക്കണം, അൽ ജഗ്ലരി അൽ ഗലീദ് എന്നാണ്. ആരാണ് ഈ ജഗ്ലരി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അൽ ഗലീദ്, കഠിന മനസ്കൻ. ഒരു നന്മയും ചേരാത്ത, ഒരു കണ്ണുനീരും കാണാത്ത, ഒരു സന്താപവും മനസ്സിലേക്ക് വരാത്ത, ഒരു സഹതാപവും ആരോടും കാണിക്കാത്ത, ഒരു സ്നേഹവും സഹജീവിയോട് കാണിക്കാത്ത വിധം അങ്ങനെ മനസ്സു കഠിനമായി പോയവൻ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഅ്മിനീങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയും, ഹൃദയകാഠിന്യം എന്ന് പറയുന്നതിനേക്കാൾ വലിയ തിന്മയില്ല. പുണ്യനബിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്, അവിടുന്ന് എല്ലാവരോടും പുറത്തു കൊടുത്ത ആളാണ്. മുമ്പല്ല് പൊട്ടി ചോര ഒലിക്കുന്ന ഒരു നേരമുണ്ടല്ലോ ഉഹദിന്റെ രണാങ്കളത്തിൽ. അപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ, ഇതൊക്കെ ചെയ്തവർക്കെതിരായി, ഈ ക്രൂരന്മാർക്കെതിരെ പ്രാർത്ഥിച്ചൂടെ? പുണ്യനബി പറഞ്ഞു, ആ പണി എന്റേതല്ല, ലആനല്ല ഞാൻ അങ്ങനെ ആളുകളെ ശപിക്കാൻ വേണ്ടി വന്നയാളല്ല. ആ ജനതക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അഗ്ഫിർ ലിഖൗമിൻ, ഈ ജനതക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. ഒരു സമയത്ത് ദേഷ്യം പിടിച്ചു പറഞ്ഞിട്ടുണ്ട്, മുഖം ചുവപ്പിച്ച പ്രവാചകന്റെ പരിശുദ്ധമായ മുഖത്ത് ചെഞ്ചായം അണിയിച്ചവരാണ് ഈ ജനത എന്ന് ദേഷ്യം പറയുമ്പോഴും, പക്ഷേ റസൂൽ അവധാനതയോടെ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഒരു ജനതക്കു നേരെയും അങ്ങനെ ഒരു ശാപപ്രാർത്ഥന നടത്തിയില്ല, ലആനായില്ല. അങ്ങനെ ദേഷ്യം പിടിച്ചില്ല. ദേഷ്യം വന്നതിനെ, ദേഷ്യം വരില്ല എന്നല്ല, ദേഷ്യം വരുന്നതിനെ, അതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവത്തെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അൽ കാലിമീൻ അൽ ഗലീദ്, ദേഷ്യത്തെ പിടിച്ചു നിർത്തി. വല്ലാഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തു. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പുറത്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് പറയുന്നതല്ല. ആളുകൾക്ക് മാപ്പ് കൊടുക്കുകയാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം. അതാണ് ഞാൻ പറഞ്ഞ മുഹമ്മദിയത്ത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് കയറി വരുമ്പോ, മക്ക തന്റെ മുമ്പിൽ തന്നെ പ്രതികാരദാഹത്തോടെ ആക്രമിക്കാനും മർദ്ദിക്കാനും ഭീകരമാം വിധം പീഡനങ്ങൾ ഏൽപ്പിക്കാനും ശ്രമിച്ച ഒരു ജനത തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുടെ മുമ്പിലേക്ക് വരുന്ന ഒരാൾ, ജേതാവായി വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജേതാവ് അവിടേക്ക് വരുമ്പോൾ ആളുകളൊക്കെ തലകുനിച്ച് നിൽക്കാൻ, അങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ ഉള്ള ചോദ്യം പല ആവർത്തി നമ്മൾ പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് എന്തു വേണമെന്ന ചോദ്യത്തിന്, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായൊരു മഹാനായ സഹോദരന്റെ പുത്രനാണ്, നിങ്ങൾ മാന്യത കാണിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്ന് പറയുമ്പോൾ,
ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ, പണ്ടൊരിക്കൽ യൂസുഫ് അലൈഹിസ്സലാം, എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തോട് വലിയ അർത്ഥത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിച്ചു പോയ സഹോദരന്മാർ അവസാനം ആ രാജഭരണത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന സമയത്ത്, ലാ തസ്രീബ അലൈക്കും അൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ പ്രതികാരം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഞാൻ ഓർത്തുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിതാ മാപ്പ് തരുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഏതു സമയത്താണ്? ആരോടാണ്? ക്രൂരന്മാരായിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ മുമ്പിലാണ്. എത്ര ചരിത്രകാരന്മാരാണ് ആ ഒരൊറ്റ നിമിഷത്തെ കുറിച്ച് പറഞ്ഞത്? മുഹമ്മദ് took മദീന, മക്ക without shedding a drop of blood. മുഹമ്മദ് took മക്ക without shedding a drop of blood. ഒരു തുള്ളി ചോര പോലും വീഴാതെ മക്കയെ പരിശുദ്ധ റസൂൽ കീഴടക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുള്ളി ചോര പോലും വീഴാതെ. ഇന്ന് ചോരയുടെ, ഇന്ന് യുദ്ധത്തിന്റെ, ഇന്ന് പിടിച്ചെടുക്കലിന്റെ ദിവസമാണെന്ന് സ്വഹാബത്ത് പറയുന്ന നേരത്ത് അല്ല അല്ല, ഇന്ന് പുറത്തു കൊടുക്കലിന്റെ ദിവസമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ആരോ ഷണ്ട കൂടുന്നു എന്നറിയുമ്പോ അവരോട് ചെന്ന് പറയണേ, ഈ മണ്ണിൽ ചോര വീണാൽ ഞാൻ അതിന് ഉത്തരവാദിയാകില്ലെന്ന് പറയണേ എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഓർമ്മപ്പെടുത്താൻ സ്വഹാബാക്കളെ പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ചരിത്രം ഇങ്ങനെ അത്ഭുതത്തോടെ പറയുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ ഒരാളും എതിർക്കാനില്ല. പക്ഷെ ആരും എതിർക്കാനില്ലാതിരിക്കപ്പോലും ആ വിജയിയായ മനുഷ്യൻ, through all the annals of the conquest there has been no triumphant entry like unto this one. No conquest was made without blood, and no forgiveness was shown like this one to the vanquished in the history of the world. ആ മനുഷ്യൻ കയറുമ്പോ മാനവ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു താളിൽ നിന്ന് വിജയിയായ മനുഷ്യൻ ജേതാവായി തന്നെ കീഴടക്കിയിട്ടുള്ള ഒരു ജനതയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു എന്ന് പറയാൻ പറ്റിയത് ഒരു ഉദാഹരണവുമില്ല. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതാണ്, നോ ഫോർഗിവ്നെസ് വാസ് ഷോൺ ലൈക്ക് ദിസ്. ഇതുപോലൊരു പുറത്തു കൊടുക്കൽ മാനവ ചരിത്രത്തിൽ കാണാനാവില്ല. ആൻഡ് ടു ദ vanquished in the history of the world. കീഴടക്കപ്പെട്ട ഒരു ജനസമൂഹത്തോട് ഇങ്ങനെ ചെയ്ത, അങ്ങനെ മാപ്പ് കൊടുത്തിട്ടുള്ള ഒരു നേതാവും ഒരു ജേതാവും ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയും പ്രകാരം ആളുകൾക്ക് മാപ്പ് കൊടുത്തയാളാണ്. വല്ലഅഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അങ്ങനെ മാപ്പ് കൊടുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ഒറ്റ ആയത്ത് മാത്രം പറയാണ് ഞാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നത് പരോപകാരികളായ മനുഷ്യന്മാരെയാകുന്നു എന്നാണ് ആ ആയത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ മഹാന്മാരായ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. മുഹ്സിൻ ഒരുപാട് വേറെയും അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഒരർത്ഥം പരോപകാരിയാണ്. മറ്റുള്ളവന് നന്മ നേരാനും നന്മ വരാനും ആഗ്രഹിക്കുന്നു. ഇങ്ങനൊരു മനസ്സുണ്ടോ റമദാനിലേക്ക് പോകാം. ഇങ്ങനൊരു മനസ്സിലെ നമ്മൾ റമദാനിനെ മോശാക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവന്റെ കുറ്റങ്ങളുടെ പിന്നാലെ പോകുന്നവർ, മറ്റുള്ളവരുടെ ദോഷങ്ങളെ കാണുന്ന ദോഷൈക ദൃക്കുകൾ, ആളുകളുടെ തെറ്റുകൾ അത് പടച്ചവനും അയാളും തമ്മിലുള്ളതാണ്. നിങ്ങൾ അതിലെന്തിനാ ബേജാറാവേണ്ട കാര്യം? അവനവന്റെ തെറ്റുകളെ കുറിച്ച് ബേജാറാവും. അവനവന്റെ തെറ്റുകളിലേക്ക് നോക്കൂ, എന്നിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കൂ. പടച്ചവനെ, ഞാൻ ചെയ്തു പോയ അപരാധം എന്ന് പറയുന്നതിന് പകരം അയാൾ ചെയ്തു പോയ അപരാധം എന്നതിന് പറയണം. അയാൾ ചെയ്തു പോയ അപരാധത്തെ അങ്ങനെയല്ല കാണേണ്ടത്. അത് അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു, മഅറൂഫുൽ ഖർഖി എന്ന മഹാനായ സൂഫി, അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നടന്നുപോയ കുറെ മദ്യപന്മാരെ കണ്ടപ്പോ അനുയായികൾ പറഞ്ഞു അവർക്കെതിരെ ദ്വാർക്കണം. അപ്പൊ പറഞ്ഞു, ദ്വാർക്കുക എന്ന് പറയുന്നത് അവർക്ക് എതിരായിട്ടല്ല, അവർക്ക് അനുകൂലമായിട്ടാണ്. എന്തിനാണ് അനുകൂലം? അല്ലാഹുവേ, ഇപ്പോ അവർക്ക് കിട്ടുന്ന സന്തോഷം പോലെ ആഖിറത്തിലും അവർക്ക് സന്തോഷം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തെറ്റിനെ ഇങ്ങനെ ഭീകരമായി കാണേണ്ടത് തെറ്റിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഉപദേശങ്ങൾ നൽകുമ്പോൾ മാത്രമാണ്, അല്ലാതെ തെറ്റുകാരനെ മുഴുവനായി ഓടിക്കാൻ വേണ്ടിയാകരുത്. അപ്പോ സ്വാഭാവികമായി നമ്മുടെ സ്വന്തം മനസ്സിൽ വരുന്നത് എന്താണ്? ഞാൻ അതിനേക്കാളൊക്കെ ശുദ്ധനാണെന്ന്. അവിടുന്ന് തുടങ്ങുന്നു എല്ലാ അപകടവും, അവിടുന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് മ്ലേച്ഛമായ മനസ്സാണ് അത്തരം ചിന്തയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ അപവാദങ്ങളുമായി നടന്ന ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉതുല്ലിൻ ബഅദ ദാലിക സനീം എന്ന് ഖുർആൻ പറഞ്ഞത്.
തടിച്ചു കൊഴുത്ത നന്മ കയറാത്ത ഹൃദയം അങ്ങനെ കഠിനമായി പോയിട്ടുള്ള മനസ്സിന്റെ ഉടമയായി തീർന്ന പിതൃശൂന്യ സ്വഭാവമുള്ളവൻ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അവിടെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്നോടും നിങ്ങളോടും പറയാനുള്ള കാര്യം, ഈ പരിശുദ്ധമായ ദിനം, ഇനി വരുന്ന ഓരോ ദിവസങ്ങളും പരമാവധി നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കുക. സ്വയം തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് പരസ്പരം അവനവന്റെ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് കരയുക. മറ്റുള്ളവന്റെ തെറ്റുകളെ പൊറുക്കാൻ അവനൊരു ഉടമസ്ഥനുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ തെറ്റിനെക്കുറിച്ച് പടച്ചവനെ നീ എന്ത് വിചാരിക്കുന്നുണ്ടാകും എന്ന ചിന്തയും കൊണ്ട് ഉരുകുക. അങ്ങനെ ഹൃദയം കരയാത്ത ഒരാളും സ്വർഗത്തിലേക്ക് എത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഹൃദയം കരയുമ്പോൾ അതിൻ്റെ തീക്കാറ്റേറ്റ് ശുദ്ധീകൃതമാകുന്നൊരവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ നരകാഗ്നിയിൽ അവൻ ഇടേണ്ടി വരില്ല എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ വലിയൊരു ഫിലോസഫിക്കലായി മഹാനവകൾ അത് പറയുന്നത് കാണാനാവും. ഹൃദയം കരയട്ടെ. അങ്ങനെ നമ്മുടെ പാപങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അർദ്ധരാത്രികൾ അങ്ങനെ നന്നാക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെ ഏവരെയും സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഉമ്മത്തിനെ അള്ളാഹു ഐക്യത്തിലും നന്മയിലും നിലനിർത്തുമാറാകട്ടെ. ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളും അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസാസിലെ വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കും ഭക്ഷണാവശ്യങ്ങൾക്കും വേണ്ടി സഹായം ചെയ്തിട്ടുള്ള എല്ലാ സഹോദരന്മാരും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ സ്വതക്കുകളെ ഈ പരിശുദ്ധ മാസത്തിൻ്റെയും വരാൻ പോകുന്ന മാസത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബ് അവരെ സ്വീകരിക്കട്ടെ. എല്ലാ പരാധീനതകളും പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. പല സഹോദരന്മാരും ആ കാര്യത്തിലൊക്കെ സ്വതക്ക ചെയ്യുന്ന ഒട്ടേറെ സുഹൃത്തുക്കളിൽ പലരുടെയും ബന്ധുജനങ്ങൾ, പിതാക്കൾ, മറ്റുള്ളവർ രോഗികളാണ് എന്നതിൻ്റെ പേരിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയുന്ന നാഥൻ അവരുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫാ ചെയ്തു കൊടുക്കട്ടെ. ആ രോഗങ്ങൾക്ക് എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരവും ഒപ്പം ആഫിയത്തും ദീർഘായുസ്സും നൽകി അവരെയും നമ്മളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു മഹാരോഗവും കൊണ്ട് നമ്മളെ അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ഇന്നലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നു, ഒരു വഖത്തിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മടിച്ചടുത്തു വന്നു. ഇവിടെ പരിചയപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞു, എനിക്ക് ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ പറയുമ്പോഴേക്കും കണ്ണു നനഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അല്ലാഹുവേ, അത്തരം മഹാരോഗങ്ങൾ കൊണ്ട് ആരെയും പരീക്ഷിക്കരുതേ അല്ലാ. അത്തരം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ നീ പ്രത്യേകം ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. മുടിക്കോട് മുസ്ലിം ജമാഅത്തിൽപ്പെട്ട മുഹമ്മദ് റഷീദ് എന്ന വ്യക്തിയുടെ മകളുടെ വിവാഹമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നൊരു പാവപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് 18/2/24 വിവാഹം. ആവശ്യമായ, അതായത് നാളെ കഴിഞ്ഞാണെന്നർത്ഥം, ആവശ്യമായ സഹായം ചോദിച്ച് ഒരു പിതാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിന് എത്രയും വേഗം കാര്യങ്ങൾ നടക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും അല്ലാഹു സഹായം ചെയ്യിപ്പിക്കട്ടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് സുഗമമായി നടക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നിങ്ങളും സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.